നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. വിഷുവിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിൽ നാടും നഗരവും. സജീവമായി വിപണി. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോനിക്കര സ്വദേശി ജോർജ്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ തൃശൂർ IMA സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാസലഹരിക്കെതിരെ BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് യാത്ര തടസ്സപ്പെടുത്തുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തതിന് യാത്രികരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് യാത്ര തടസ്സപ്പെടുത്തുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ യാത്രികരുടെ പേരിൽ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. ടോൾ ബൂത്തിൽ കാർ നിർത്തിയിട്ട് ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. ടോൾ പ്ലാസയിലെ 3 ട്രാക്കുകളിലേക്ക് കാർ മാറ്റിയിട്ട് ഇവർ പ്രശ്നമുണ്ടാക്കുന്നത് തുടർന്നു. ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ജീവനക്കാരെ കാറിന്റെ ജാക്കി ലിവർ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. ഇതിനിടെ ടോൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയതോടെ ഇവർ കാറുമായി കടന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം ടോൾ പ്ലാസ അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് വാഹന നമ്പർ ഉപയോഗിച്ച് ഉടമയുമായി ബന്ധപ്പെടുകയും ഞായറാഴ്ച സ്റ്റേഷനിൽ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാർ യാത്രികർ ആക്രമിക്കപ്പെട്ടതായി ആരോപിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് അറിയുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ലോറി ഉടമകളുടെ പ്രതിഷേധം. ടോൾ ബൂത്ത് തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പാലിയേക്കരയിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ദേശീയപാതയിൽ പ്രതിഷേധവുമായി എത്തിയ ലോറി ഉടമകൾ ടോൾ ബൂത്തുകളിൽ കയറി ബാരിക്കേഡുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു. വിഷു അവധിയെ തുടർന്ന് ടോൾ പ്ലാസയിൽ വലിയ വാഹന തിരക്കുള്ള സമയമായിരുന്നു ഇത്. ടോൾ പ്ലാസ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരെ ടോൾ ബൂത്തുകളിൽ നിന്ന് നീക്കുകയും 2 പേരെ കൊണ്ടുപോവുകയും ചെയ്തു. 2 പേർ ഓടി രക്ഷപ്പെട്ടു. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അംജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് കിടപ്പുമുറിയുടെ ലോക്ക് കുത്തി തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അലമാരയ്ക്കകത്ത് ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണുള്ളത്. കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ JS അശ്വിനി, SI KV ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡ് വീട്ടിലെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരായ KP ബാലകൃഷ്ണൻ, M അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു. യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് യേശുദേവൻ കടന്നു ചെല്ലുമ്പോൾ നഗരവാസികൾ ഒലീവിലകളുമായി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന തിരുനാൾ. കുരുത്തോലകളുമായി വിശ്വാസികൾ ഈ ദിനം ചടങ്ങുകളിൽ പങ്കെടുത്തു. ഓശാന ഞായറിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടന്നു. 50 ദിനം നീളുന്ന വലിയ നോമ്പിന്റെ അവസാന വാരത്തിലേക്ക് കൂടിയാണ് ക്രൈസ്തവ സമൂഹം പ്രവേശിക്കുന്നത്. യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെയും അന്ത്യ അത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയിർപ്പ് തിരുനാളിന്റെയും വിശുദ്ധ വാരാചരണത്തിന് ഒരുങ്ങുകയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹം. കല്ലൂർ സെന്റ് റാഫേൽസ് പള്ളിയിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു. ഓശാന പെരുന്നാളിന്റെ ഭാഗമായി നടന്ന പ്രദക്ഷിണത്തിൽ ഇടവകാംഗങ്ങൾ ഓശാന സ്തുതികളോടെ അണിനിരന്നു. പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം കുരുത്തോലയുമായി പങ്കുചേർന്നു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ
ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ നടന്നു. വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ നടത്തി. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. ഫാദർ ലിൻഡോ കാരക്കാടൻ സഹകാർമ്മികനായിരുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണക്ഷേത്രത്തിന്റെ ആഘോഷപൂർവമായ പ്രവേശനത്തെ ഓർമ്മിക്കുവാൻ ഈ സമൂഹത്തെ തൃക്കന്മാർക്കിടയിൽ പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഓശാന തിരുക്കർമ്മങ്ങൾ നടന്നു. ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോ പെരുമാട്ടിൽ, ഇടവക കൈക്കാരന്മാർ, കേന്ദ്രസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഓശാന തിരുനാൾ ദിനത്തിൽ ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനം ദൃശ്യാവിഷ്കാരമൊരുക്കി ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മല മാതാ പള്ളിയിലെ ഇടവകാംഗങ്ങൾ. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പന്റെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി ഭാഗമായത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥന ചടങ്ങുകളിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വൈദികരിൽ നിന്ന് കുരുത്തോലകൾ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ദേവാലയത്തിനകത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഓശാന ദിവസം സുരേഷ് ഗോപി ചെലവഴിച്ചത് ലത്തീൻ പള്ളിയിൽ തന്നെയായിരുന്നു. 3 മുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയുടെ നേതൃത്വത്തിന് കീഴിൽ 9 പണികഴിപ്പിച്ച 2 കാരുണ്യ ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മവും താക്കോൽ കൈമാറ്റവും ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. പള്ളി പുതുക്കി നിർമ്മിച്ചപ്പോൾ നിർധന കുടുംബങ്ങൾക്ക് കാരുണ്യ ഭവനങ്ങൾ പണിതു കൊടുക്കണമെന്ന വലിയ ആശയത്തിന്റെ തുടർച്ചയായി നിർമ്മിച്ചതാണ് 9 കാരുണ്യ ഭവനങ്ങൾ. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, കാരുണ്യ ഭവനങ്ങൾക്കായി സ്ഥലം നൽകിയ ഗ്രേസി ജോർജ് ആലപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് മൂത്തമ്പാടൻ, ഷൈനി ബാബു, കാരുണ്യ ഭവന നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ, സെക്രട്ടറി ജോൺസൺ വിധേയത്തിൽ, ട്രഷറർ ആൻഡോ ഓട്ടോക്കാരൻ, നൈജോ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ബെന്നി വെള്ളച്ചാലിൽ, സേവിയർ കരുമാലിക്കൽ, ജിമ്മി പൊയ്യക്കാരൻ, കൈക്കാരന്മാരായ ബിജു തെക്കൻ, ജോഷി മഞ്ഞളി, ജോൺ ചേലത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ തൃശൂർ IMAയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 60 പേർ രക്തം ദാനം ചെയ്തു. വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൈക്കാരൻ ജോസ് കാവിട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SK രാധാകൃഷ്ണൻ, സിജോ വട്ടക്കുഴി, ജോജു നമ്പാടൻ, ബിബിൻ പാലാട്ടി എന്നിവർ പ്രസംഗിച്ചു. ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് തൃശൂർ IMAയുടെ സാന്നിധ്യത്തിലാണ്. അവരുടെ എല്ലാ സഹപ്രവർത്തകരും നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഒറ്റവാക്കി, നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള അച്ഛനെയും ഒറ്റവാക്കി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനത്തെ പരിപാടി കഴിഞ്ഞ വർഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ച് അത്യാവശ്യം പിള്ളേരൊക്കെ ആളുകളൊക്കെ വന്നിരുന്നു. ഇപ്രാവശ്യം ആളുകൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കുറെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കൊടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ്. മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മിൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് നമ്മിൽ നിന്ന് ഒഴുകിപ്പോകാനായിട്ടുള്ള ഇടവരുത്തുന്നു. ബ്ലഡ് ഇസ് ദ എലിക്സർ ഓഫ് ദ ലൈഫ്, അതായത് ജീവന്റെ അമൃത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. മനുഷ്യരക്തത്തിന്റെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഇതൊന്നുമില്ല. മനുഷ്യരക്തത്തിന് പകരം വെക്കാൻ മനുഷ്യന്റെ രക്തം മാത്രം. രക്തദാന ക്യാമ്പ് അതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. രക്തത്തിന് ജീവന്റെ വിലയാണ്, അത് മനസ്സിലാക്കി ഇതിനെ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വിഷു വിശേഷങ്ങളുമായി കണി കാണും നേരം. വിഷുവിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിൽ നാടും നഗരവും. ഗൃഹാതുര സ്മരണകളുമായി നാടും നഗരവും വിഷുവിനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. കണിയൊരുക്കാനും സദ്യവട്ടങ്ങൾക്കുള്ള വിഭവങ്ങൾ വാങ്ങാനുമുള്ള തിരക്കുകളായിരുന്നു ഞായറാഴ്ച. പച്ചക്കറി വിപണിയും സജീവമായിരുന്നു. കണിയൊരുക്കുന്നതിനായുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും കണിക്കൊന്നയും കണിവെള്ളരിയും ഫലങ്ങളുമെല്ലാം വാങ്ങാനും ആളുകളെത്തി. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വഴിയോര കച്ചവട വിപണിയെയും ആശ്രയിച്ചു. വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും വിഷുക്കോടി എടുക്കുവാൻ തിരക്കുകൾ അനുഭവപ്പെട്ടു.
ശിവകാശി, ചൈനീസ് പടക്കങ്ങളുടെ കച്ചവടവും പൊടിപിടിച്ചു. പലവിധ പൂക്കളും വർണ്ണങ്ങളും വിരിയുന്ന കമ്പിത്തിരികൾ, വിവിധ കുടച്ചക്രങ്ങൾ, അമിട്ടുകൾ, നിലച്ചക്രം, ഡാൻസിംഗ് ചക്രം, സൈറ്റ് പടക്കം, വ്യത്യസ്തമാർന്ന പൂക്കുറ്റികൾ എന്നിങ്ങനെ പടക്കങ്ങളുടെ വൈവിധ്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മീനച്ചൂടിന്റെ ദുരിതങ്ങളെ വകഞ്ഞുമാറ്റി രാവും പകലും തുല്യമാകുന്ന മേടപ്പുലരിയെത്തുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷയിലേക്കാണ് മണ്ണും മനുഷ്യനും പക്ഷിമൃഗാദികളും കണ്ണു തുറക്കുന്നത്. വരുന്ന ഒരു വർഷക്കാലം ഐശ്വര്യമുണ്ടാകാനാണ് വിഷുപ്പുലരിയിൽ കണി കണ്ടുണരുന്നത്. മലയാളിക്ക് ഏറെ പ്രധാനമാണ് വിഷുക്കണി. പ്രാദേശികമായ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കണിയൊരുക്കത്തിന് എല്ലായിടത്തും ഒരു പൊതു സ്വഭാവമുണ്ട്. കണ്ണനും പൊന്നപ്പൂവും കണിവെള്ളരിയുമെല്ലാം മലയാളിയുടെ വിഷുക്കണിയെ സമ്പന്നമാക്കുന്നു. പൂജാമുറിയിലാണ് സാധാരണയായി കണിയൊരുക്കുന്നത്. കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്കിന് സമീപം ഓട്ടുരുളിയിൽ കണി തയ്യാറാക്കും. കൊന്നപ്പൂവ്, കണിവെള്ളരി, കോടിമുണ്ട്, രാമായണം, വാൽക്കണ്ണാടി, സ്വർണം, നെല്ല്, അരി, ചക്കയും മാങ്ങയും ഉൾപ്പെടെയുള്ള ഫലങ്ങൾ, നാണയങ്ങൾ, നാളികേരം എന്നിവയാണ് ഒരു കണിത്താലത്തിൽ ഉറപ്പായും ഉണ്ടാകേണ്ട സാധനങ്ങൾ. കോടിമുണ്ട് ഞുറിഞ്ഞു വയ്ക്കുന്നത് ഭംഗി കൂട്ടും. സ്വർണ്ണവർണ്ണമുള്ള പ്രത്യേക വെള്ളരിയാണ് കണിവയ്ക്കാൻ ഉപയോഗിക്കുന്നത്. നാളികേരം പൊട്ടിച്ച് വലിയ തിരിയിട്ട് മന്ദാരമായി നിലവിളക്കിന് സമീപം കൊളുത്തിവെക്കും. ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് കണിത്താലത്തിലെ കൊന്നപ്പൂക്കൾ. പോയ കാലത്തിന്റെ കാർഷിക സമൃദ്ധി വിളിച്ചോതുകയാണ് ഓട്ടുരുളിയിൽ നിറയുന്ന ഫലസമൃദ്ധി. വിഷുവിന്റെ തലേന്ന് രാത്രി കണിയൊരുക്കണം. പുലർച്ചെ വീട്ടിലെ മുതിർന്ന അംഗം മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കുന്നു. കണി കണ്ടാൽ പിന്നെ കൈനീട്ടമാണ്. കാരണവരിൽ നിന്ന് ലഭിക്കുന്ന ആ നാണയത്തുട്ട് ഒരു വർഷം മുഴുവൻ നിറയേണ്ട സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാകും. പറപ്പൂക്കര പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, അഗ്രി ടെക്നീഷ്യന്മാർ എന്നിവർക്ക് വിഷു കൈനീട്ടം നൽകലും വിഷു ആഘോഷവും നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിഷുദിനത്തിൽ വൈകിട്ട് 6 മണി മുതൽ 9:30 വരെ വിഷു ഗ്രാമോത്സവം കൊടകര ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര മുഖ്യ അതിഥിയായിരിക്കും. തുടർന്ന് സുമംഗലി ടീം കൊടകരയും ശിവശക്തി പന്തലൂരും അവതരിപ്പിക്കുന്ന വനിതകളുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളിയും നെല്ലായി തെയ്യന്നം അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉണ്ടായിരിക്കും. കൂടാതെ വർഷങ്ങളായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏകലവ്യ കലാകായിക സമിതിക്ക് ചില സുമനസ്സുകൾ നൽകുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റവും വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നിർധനർക്ക് പച്ചക്കറി കിറ്റും പല വ്യഞ്ജന കിറ്റും വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ, ചെയർമാൻ പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ പങ്കെടുത്തു. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി തെക്കുപീടിക വീട്ടിൽ 64 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. തൃക്കൂർ പാലത്തിനു താഴെയുള്ള കടവിൽ രാവിലെ മീൻ പിടിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഓർമ്മക്കുറവുള്ള ജോർജ് പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രാസലഹരിക്കെതിരെ BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമൻ വട്ടക്കാട് ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ഏരിയ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. VK മുരളി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ ബേബി, രഞ്ജു വട്ടക്കാട്, ഗിരീഷ് കോടശ്ശേരി, ആശാ രാംദാസ്, സജിനി സന്തോഷ്, ബിപിൻ വട്ടക്കാട്, വിപിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. രാസലഹരിക്കെതിരെ വരും തലമുറയ്ക്കായി നമുക്ക് അണിചേരാം. BJP കൊടകര പഞ്ചായത്ത് സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ വഴിത്താരയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ഈ നൈറ്റ് മാർച്ചിലേക്ക് അണിചേരാൻ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും സർവകക്ഷികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 2ാമത്തെ ജില്ലാ സ്റ്റേഷനായി ഇരിഞ്ഞാലക്കുടയെ പ്രഖ്യാപിക്കണമെന്നും
കോവിഡ് കാലത്ത് 5 ട്രെയിനുകൾ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്നും റെയിൽവേ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. PC സുഭാഷ്, തോമസ് ഉണ്ണിയാടൻ, PK ഡേവിസ്, ചന്ദ്രബാബു, ഡയസ് അച്ചാണ്ടി, അടൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബീൻ പാപ്പച്ചൻ, പോൾ കോക്കാട്ട്, MS ബിനോയ്, ബാബു തോമസ്, ഹരിദാസ്, സന്തോഷ് ബോബൻ എന്നിവർ സന്നിഹിതരായി. SFI കൊടകര ഏരിയ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് ആനന്ദ് B കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VS ആദിത്യ, ട്രഷറർ VS അതിഥി, സമ്മേളന സംഘാടക സമിതി അധ്യക്ഷൻ സന്തോഷ് തണ്ടാശ്ശേരി, KS ജിഷ്ണുദേവ് എന്നിവർ പ്രസംഗിച്ചു. പൊതുയോഗത്തിന് മുമ്പായി വരന്തരപ്പള്ളി പൗണ്ടിൽ നിന്നും സെന്ററിലേക്ക് പ്രകടനവും ഉണ്ടായി. വിഷുവിന് കണിക്കൊന്നയോളം ഡിമാൻഡുള്ള മറ്റേതെങ്കിലും പൂവുണ്ടോ? ഈ സ്വർണ്ണ നിറമുള്ള ഇത്തിരി കുഞ്ഞൻ പൂവിന് കാണാനുള്ള ഭംഗി മാത്രമല്ല, ഔഷധ ഗുണങ്ങളും ഉണ്ടെന്നറിയാമോ? റിപ്പോർട്ട് കാണാം. കണിക്കൊന്നയാകമാനം ഔഷധമാണ്. ആയുർവേദത്തിൽ ഇപ്രകാരമാണ് ഗുണങ്ങൾ അടയാളപ്പെടുത്തുന്നത്. പട്ട, ഫലത്തിന്റെ മജ്ജ, വേര്, പൂവ്, ഇല എല്ലാം മരുന്നായി ഉപയോഗിക്കാം. കണിക്കൊന്നയുടെ ഔഷധ ഗുണം പ്രാചീന കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്നു. സുശ്രുത ചരക പൈതൃകങ്ങളിലൊക്കെ ഈ സസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കണിക്കൊന്നയിൽ വിരേചന ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്വക്ക് രോഗങ്ങൾക്ക് കൺകണ്ട വരുന്നു. അതിനാൽ കണിക്കൊന്നയ്ക്ക് ശരീരകാന്തി വർദ്ധിപ്പിക്കാൻ കഴിയും. സോറിയാസിസിനെ ശമിപ്പിക്കാനുള്ള കഴിവും ഈ പൂവിനുണ്ട്. കോശതലങ്ങളിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാൻ കണിക്കൊന്ന സഹായിക്കുന്നു. ഉണങ്ങാത്ത വ്രണങ്ങൾ, മുഴകൾ, വാതരക്തം, ആമവാദം, മഞ്ഞപ്പിത്തം, ഹൃദ്രോഗം തുടങ്ങിയ രോഗാവസ്ഥകളിൽ കണിക്കൊന്ന ഉപയോഗിക്കാറുണ്ട്. നീരിനെ വിലയിപ്പിക്കാനും കരൾ സംരക്ഷണത്തിനും വിഷജന്തുക്കളുടെ കടിയേറ്റുണ്ടാകുന്ന നീരും വേദനയും മാറാനും മരുന്നായി പ്രയോഗിക്കുന്നു. കുടലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ജ്വരം, കുഷ്ഠം, പ്രമേഹം എന്നീ അവസ്ഥകളിലും കണിക്കൊന്ന ഫലവത്തായ ഔഷധമാകാറുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994926081. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8770 രൂപ, പവന് 70,160 രൂപ. ചെങ്ങാലൂർ കണ്ണൻകാട്ടിൽ ചന്ദ്രബാബു അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കരുവാപ്പടി തെക്കേക്കര കുറുവീട്ടിൽ ജോയ് അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8:30 മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. പുഷ്പമാണ് ഭാര്യ. ഫിജോ, പരേതനായ റിജോ എന്നിവർ മക്കളും സവീന മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. വിഷുവിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിൽ നാടും നഗരവും. സജീവമായി വിപണി. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോനിക്കര സ്വദേശി ജോർജ്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ തൃശൂർ IMA-യുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാസലഹരിക്കെതിരെ BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട് യാത്ര തടസ്സപ്പെടുത്തുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തതിന് യാത്രികരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.